പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പമ്പിന്റെ ലോഞ്ചും കൂടാതെ ആ പമ്പിന്റെ തന്നെ ടെസ്റ്റിംഗ്. നമ്മൾ അതിൽ 100% കോൺഫിഡന്റ് ആയാൽ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുള്ളൂ. ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഉപയോഗിക്കാവുന്ന, ഇത് ഒരിക്കലും 3 mm കൂടുതൽ വരാൻ പാടില്ല. ഇനി ഇതിന്റെ ഏകദേശം പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഓക്കെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പമ്പിൻ്റെ ലോഞ്ചും കൂടാതെ ആ പമ്പിൻ്റെ തന്നെ ടെസ്റ്റിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ക്ലാസിക് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്നൊരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൽ ഇന്ന് വരുന്ന ഒരു വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു പ്രീമിയം റേഞ്ച് പമ്പ്. ആക്ച്വലി ക്ലാസിക്കിൻ്റെ നോർമൽ റേഞ്ചിലുള്ള പമ്പുകൾ, സാധാ പമ്പുകളും മോണോബ്ലോക്ക് പമ്പുകൾ, സബ്മേഴ്സിബിൾ, ബോർവെല്, വെർട്ടിക്കൽ പമ്പുകൾ, അങ്ങനെ എല്ലാ റേഞ്ചും വരുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അതിൻ്റെ പ്രീമിയം റേഞ്ചുകളാണ്. അതായത് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന പമ്പുകൾ മാത്രമേ ഞാൻ ഇതിൽ വീഡിയോ ചെയ്യാറുള്ളൂ. എൻ്റെ സ്വന്തം ബ്രാൻഡാണെങ്കിലും അതേപോലെ തന്നെയാണ് ചെയ്യാറുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ പ്രീമിയം റേഞ്ചിൽ വരുന്ന 2-3 സെഗ്മെൻറ്റിൽ ഒന്ന് മോണോബ്ലോക്ക് പമ്പുകൾ വരുന്നുണ്ട്. അതിലാകെ 3 പമ്പുകളെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ അഡീഷൻസ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അതിലേക്ക് കൂടുതൽ മോഡലുകൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോണോബ്ലോക്കിൽ 1/2 HP, 1 HP, 1.5 HP. ബോർവെല്ലിൽ 3 മോഡൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രീമിയം റേഞ്ചിൽ. അത് 1 HP-ൽ 2 റേഞ്ച്, 200 അടി 250 അടി ഹെഡ്, 1.5 HP-ൽ 350 അടി ഹെഡ്. അതാണ് ആ 3 റേഞ്ചാണ് ബോർവെല്ലിൽ ചെയ്തിട്ടുള്ളൂ. വെർട്ടിക്കൽ പമ്പുകളിൽ നിങ്ങൾ ഈ കാണുന്ന ഒറ്റ മോഡലാണ് നിലവിൽ വരുന്നുള്ളൂ. ഇതിൽ 2 മോഡൽസ് വരും. 1-ഉം 1.5 HP വരുന്ന 2 മോഡൽ. 1 HP-ക്ക് ഏകദേശം 60 മീറ്ററോളം ആയിരിക്കും ഹെഡ്, അതായത് ഒരു 180 അടിയുടെ അടുത്ത് ഹെഡ് കിട്ടുന്ന ഒരു മോഡലും 1.5 HP-ൽ ഒരു 250 അടി ഹെഡ് കിട്ടുന്ന മോഡലും ആയിരിക്കും നമ്മളതിൽ വെർട്ടിക്കലിൽ ലോഞ്ച് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മറ്റു മോഡലുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറ്റു മോഡലുകളുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ അതിൽ 100% കോൺഫിഡൻ്റ് ആയാൽ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മോഡലിൻ്റെയും ഈ വെർട്ടിക്കൽ മോഡലിൻ്റെയും നമ്മുടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു ബോർവെൽ പമ്പിൻ്റെയും ഒരു ടെസ്റ്റിംഗ് വീഡിയോ പ്ലസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ പറഞ്ഞു തരുന്നതായിരിക്കും മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ വെർട്ടിക്കൽ പമ്പ്. ഇതിലൊരു നെറ്റ് ഇവിടെ വരും. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻ ചേട്ടൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ് ഊരി മാറ്റിയേക്കുന്നത്. ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ നെറ്റ് വരിക. ഇതിൻ്റെ സെക്ഷൻ വരണത് ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും 2 രീതിയിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ വെർട്ടിക്കലായിട്ടാണ് വെച്ചേക്കുന്നത്, മറ്റേ രീതിയിലും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങൾ എല്ലാം നമ്മുടെ ടെക്നീഷ്യൻ ചേട്ടൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ വർഷത്തെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓണത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് പുതിയതായിട്ട് പ്രീമിയം മോഡൽ 2 പമ്പുകൾ ലോഞ്ച് ചെയ്തത് ക്ലാസിക്കിൻ്റെ ബ്രാൻഡിൽ. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, കാര്യം ബ്രാൻഡുകൾ വേറെ പലതും മാർക്കറ്റിലുണ്ട്, ഇല്ലയെന്നല്ല, ഈ ക്ലാസിക്കിൻ്റെ തന്നെയും എക്കണോമി മോഡൽ പമ്പുകളുണ്ട്. പക്ഷേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു മോട്ടർ ക്ലാസിക്കിൻ്റെ ഇന്ന് പുതുതായിട്ട് മാർക്കറ്റിൽ വന്നു. 2 മോഡൽ, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു പമ്പ്. അതുപോലെ ബോർവെല്ല് പുതിയ മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നതിൽ വന്നിരിക്കുന്ന ബോർവെല്ല് കോപ്പർ റോട്ടറാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ സ്റ്റിക്കർ ഉണ്ടാവും കോപ്പർ റോട്ടറിൽ. മറ്റേ സാധാരണ അലുമിനിയം റോട്ടറാണ് എല്ലാ മോഡലിലും വരാറ്. ഇപ്പോൾ ഈ പുതിയ മോഡലിൽ കോപ്പർ റോട്ടറാണ് പ്രീമിയം മോഡലിൽ വരുന്നത്. ഇതിൻ്റെ എഫിഷ്യൻസി കൂടുതലുണ്ട്. അതുപോലെ കറണ്ട് റേറ്റിംഗ് എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് 2 മോഡൽ. ഇത് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, അത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു ഹൊറിസോണ്ടൽ പമ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതെ നമ്മുടെ ക്ലാസിക് ബ്രാൻഡിൽ തന്നെയാണെങ്കിൽ മാക്സിമം 33 മീറ്റർ വരെയാണ് നമ്മൾ ഹെഡ് അച്ചീവ് ചെയ്യാൻ അതിനകത്ത് പറയുന്നുള്ളൂ. പക്ഷേ ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഒരു വെർട്ടിക്കൽ, അതായത് ബോർവെല്ലിൻ്റെ പാർട്ടും ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഒരു മോട്ടറിൻ്റെ പാർട്ടും രണ്ടും കമ്പൈൻ ചെയ്താണ് ഈ പമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 50 മീറ്റർ വരെ നമുക്ക് ഹെഡ് റേഞ്ച് ഉപയോഗിക്കാം. 55 കമ്പനി പറയുന്നില്ല, നമ്മൾ 50 മീറ്റർ എക്കണോമി റേഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 20 മീറ്റർ മുതൽ 55 മീറ്റർ വരെയൊക്കെയാണ് നമ്മളതിൻ്റെ റേഞ്ച് പറയുന്നത്. ബോർവെൽ പമ്പ് ഉപയോഗിക്കാൻ സാധിക്കാത്തത് ഹൊറിസോണ്ടൽ പമ്പ് ഉപയോഗിക്കണ പോലെ തന്നെ വാട്ടർ ലെവലുള്ള സാധാ കിണറ്റിൽ ഈ പമ്പ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്. പിന്നെ ഇതിന് ബുഷ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ബുഷിന് തേയ്മാനം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവായിരിക്കും, ലോങ് ലൈഫ് ആയിരിക്കും. റേറ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും ഇതിന് വരുന്നത്.
കാരണം നോർമലി അത് ബ്രാൻഡ് ഐറ്റംസിൽ 13 രൂപ 14 രൂപ മാർക്കറ്റിൽ വിലയുണ്ട്. അതിലൊക്കെ താഴെ എക്കണോമി റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുള്ളൂ. അതിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ പമ്പിൻ്റെ ഇത് വെള്ളം ഒഴിക്കുന്നത് കയറ് കെട്ടാനുള്ള ഹുക്ക് വെച്ചിട്ട് സാധാരണ പമ്പിൽ വെള്ളം ഫില്ല് ചെയ്യും പോലെ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ ഇതാണ് അതിൻ്റെ ഷാഫ്റ്റ്. എപ്പോഴും നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഷാഫ്റ്റ് ഒന്ന് അനക്കി നോക്കുക, ടൈറ്റോ വല്ലതും ഉണ്ടോ. ഇതുപോലെ അതിൻ്റെ പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഈ പ്ലേ ഇതാണ് പമ്പിൻ്റെ. ഇത് ഒരിക്കലും 3 mm കൂടുതൽ വരാൻ പാടില്ല. ഇനി ഇതിൻ്റെ ഏകദേശം പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ 1 HP പ്രീമിയം റേഞ്ച് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും യൂസ് ചെയ്യാവുന്ന പമ്പ് ആവറേജ് ഒരു 10,500 11 ആ റേഞ്ചിൽ മാക്സിമം നിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സാമ്പിൾ പോലെ 2-3 പീസുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ മാസ് പ്രൊഡക്ഷൻ പോലെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കമ്പനി ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം 100% ചെക്ക് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. ഇനി നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ ബോർവെൽ പമ്പ് പറഞ്ഞത് 1 HP പമ്പ് ആവറേജ് ഒരു 12-13,000 റേഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 1.5 HP ഈ റേഞ്ച് 350 അടി വരെയുള്ള പ്രീമിയം റേഞ്ച് ആവറേജ് ഒരു 13,000-നും 14,000-നും ഉള്ളിൽ. ഇതെല്ലാം പാനൽ ബോർഡുകൾ ഉൾപ്പെടെയുള്ള റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏകദേശ പ്രൈസ് റേഞ്ചിൽ നിന്നുകൊണ്ട് ചെറിയ മേലോട്ടോ താഴോട്ടോ റേഞ്ചിൽ വരാൻ പാകത്തിനാണ് നമ്മൾ ഇതിനെ പ്രൈസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടലായിട്ടും യൂസ് ചെയ്യാവുന്ന പമ്പ് പ്രഷർ ഗേജ് കാര്യങ്ങൾ നമ്മുടെ ഡെലിവറി പൈപ്പ് ലൈൻ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലിട്ടോ നമ്മളിപ്പോൾ നിലവിൽ ഇതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ റീഡിങ് കിട്ടാനായിട്ട് ഇതേപോലത്തെ ഒരു പാനലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നത്, അതായത് വെർട്ടിക്കൽ പമ്പിൻ്റെ കൂടെ വരുന്നത് നോർമൽ ടൈപ്പ് MCB പാനലായിരിക്കും. ഒരു വോൾട്ട് മീറ്റർ, ആംബിയർ മീറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ നമ്മൾ ഈ പാനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. നോർമൽ ഇതിൽ കൊടുക്കുന്ന പോലെ തന്നെ ഫേസ്, ന്യൂട്രൽ, റെഡ്, യെല്ലോ, ബ്ലൂ. അതിൻ്റെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ മോട്ടറുകൾക്കും സെയിം തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പാനൽ ബോർഡുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് പ്രഷർ ഗേജ്, ആംബിയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്തു. 7 ആംബിയറാണ് നോർമലി ഇപ്പോൾ നോ ലോഡിൽ എടുക്കുന്നത്. 7 ആംബിയറാണ് അതായത് ഫുൾ ഓപ്പണിങ്ങിൽ നോ ലോഡിൽ എടുക്കുന്നത്. ഹാഫായി. എത്രയും 5 kg 5 kg പ്രഷർ. ഇതിന് മേളിലായി 55 മീറ്റർ സുഖമായിട്ട് കിട്ടും. 50 വരെ. ഇപ്പോൾ ഒരു 40 മീറ്റർ ഹെഡിലാണ് ആ മോട്ടോർ വർക്ക് ചെയ്യണത്. 40 മീറ്റർ വെള്ളം നമുക്ക് ആ 40 മീറ്ററിൽ എത്ര ലിറ്റർ കിട്ടുന്നുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ടൈമിങ് നോക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റേഞ്ച് നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ 20 മീറ്റർ ഹെഡിൽ ഒരു 5,300 ലിറ്റർ വെള്ളം കിട്ടുന്നില്ല. അത് 30 മീറ്ററിലാണെങ്കിൽ അത് 4,200 ലിറ്റർ. 4,000 ലിറ്റർ എന്ന് കൂട്ടിക്കോ. 4,200 വിട്ടേക്കാം, ബോണസ് വിട്ടേക്കാം. കാരണം ഹൈറ്റും പൈപ്പിൻ്റെ ലോസും എല്ലാം കൂടി വരുമ്പോൾ 4,000 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ. അത് 40 മീറ്ററിലാണ് 3,000 സംതിങ് ലിറ്റർ വെള്ളം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആംബിയർ വേരിയേഷനോടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ മിനിമം 7 ആംബിയർ കറണ്ടാണ്. ഇത് 5, 6, 7 ആംബിയർ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഞാൻ വാൽവ് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ 30 മീറ്റർ ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ. മാക്സിമത്തിലാണ് 6 ആംബിയർ. 7 ആംബിയർ കറണ്ട് എടുക്കുന്നുള്ളൂ. ഇത് 6 ആംബിയർ ഉള്ളൂ. അതായത് 40-45 മീറ്ററിൽ ലോഡിൽ 6 ആംബിയർ കറണ്ട് മോട്ടോർ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ കപ്പാസിറ്റർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറണ്ടിനെ കുറയ്ക്കാമോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 50 MFD ആണ് കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. കമ്പനി പാനൽ ബോർഡിൽ വരുന്ന 50 MFD നോർമൽ കപ്പാസിറ്ററാണ്. അത് സബ്മേഴ്സിബിൾ പമ്പുകൾക്കെല്ലാം തന്നെ 50 MFD കപ്പാസിറ്റർ മതി. പക്ഷേ ഈ പമ്പിന് 36 MFD 6.5 ആംബിയറിൽ നോർമൽ
ഡിസ്ചാർജ് കിട്ടുന്നുള്ളൂ. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയാം, വോൾട്ടേജ് ലോ ആണെങ്കിൽ കപ്പാസിറ്റർ വാല്യൂ 50 തന്നെ വേണ്ടി വരും. ആ കാര്യം ശ്രദ്ധിക്കുക. നമുക്കിത് 36 MFDയിലും ഈ പമ്പ് സേഫായി വർക്ക് ചെയ്യിക്കാം. അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ 1.5 HP ബോർവെൽ സബ്മേഴ്സിബിളിൻ്റെ പ്രീമിയം മോഡലാണ്. ഇത് 350 അടി വരെയാണ് മാക്സിമം ഹെഡ് പറയുന്നത്. നമുക്കതിൽ വെള്ളം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. വെർട്ടിക്കൽ പമ്പുകളിലാകുമ്പോൾ നോർമലി അത് കമ്പനി തന്നെ അതിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമ്മളതൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ കുറവുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. മോട്ടർ സെറ്റ് ചെയ്യുമ്പോൾ, ബോർവെൽ മോട്ടർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഇതുപോലെ വെള്ളം ഫില്ല് ചെയ്യുക. ഇവിടുന്ന് വെള്ളം ഒരു ഹോളിൽ കൂടെ ഒഴിച്ച് അടുത്ത ഹോളിൽ കൂടെ ഓവർഫ്ലോ ആയിട്ട് വരിക. എന്നിട്ട് പയ്യതാ ഇങ്ങനെ ഒന്ന് കുലുക്കി നോക്കുക. എന്തെങ്കിലും എയർ ഉണ്ടെങ്കിൽ, ബബിള് വൈൻഡിങ്ങിനിടയ്ക്ക് എയർ ബബിൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഷെയ്ക്കിങ്. ഫില്ലായി ഇതുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഞാൻ ആ കുലിക്കതിന് ശേഷം വെള്ളം ഫില്ല് ചെയ്തപ്പോൾ എയർ ബബിൾ വന്നത് ശ്രദ്ധിക്കപ്പെട്ട് കാണണമായിരിക്കും. അടുത്ത സ്റ്റേജ് ഈ പമ്പ് എപ്പോഴും ഫ്രീ ആണോ നമ്മളിങ്ങനെ കൈകൊണ്ട് കറക്കി ചെക്ക് ചെയ്യണം. ഇതുണ്ട്. ഇതിനകത്ത് ഇവിടെ സാധാരണ ഒരു മോഡലുകൾക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ത്രസ്റ്റ് പാഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു കോളർ ബുഷ് ശ്രദ്ധിച്ചാൽ ഇതാണ് ഒരു കോളർ ബുഷ്. സാധാരണ ഒരു നോർമൽ ടൈപ്പുള്ള പമ്പുകൾക്കൊന്നും ഈ കോളർ ബുഷ് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മുടെ പ്രീമിയം മോഡലിലാണ് ഈ കോളർ ബുഷ് വരുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിൻ്റെ ബാലൻസിങ്, ഇമ്പലറിൻ്റെ ബാലൻസിങ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ബുഷ് തേയാനുള്ള തേയ്മാനം കാര്യങ്ങൾ വളരെ കുറവായിരിക്കും, ലോങ് ലൈഫായിരിക്കും. ടെസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റൈൻഡർ കൊടുക്കുന്നില്ല, വെറുതെ കപ്പിൾ ചെയ്ത് പമ്പ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 1.5 HP ടെസ്റ്റിംഗ് പോണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത 1.5 HP പ്രീമിയം നമ്മൾ ടെസ്റ്റിങ്ങിന് വിടുവാണ്. ഇപ്പോൾ നോർമലി എത്ര ആംപിയർ ആണെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ 0 ഫുൾ ഓപ്പൺ. കറണ്ട് ഫുൾ ഓപ്പൺ, അതായത് നോ ലോഡിൽ, അതായത് യാതൊരു ലോഡും ഇല്ലാതെ നോർമലി പമ്പ് വർക്ക് ചെയ്താൽ 8.5 ആംപിയർ കറണ്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിന് ഹെഡ് കൊടുത്ത് നോക്കാം. ഹെഡ് ലോഡ് ചെയ്യാം. ഒരു 4 നിർത്തി കേട്ടോ. സാവകാശം വാൽവ് ക്ലോസ് ചെയ്തേ. ഇത്രയോടെ ഇപ്പോൾ തള്ളി തന്നെ. അപ്പം നിർഭാഗ്യവശാൽ പ്രഷർ കാര്യമായിട്ട് ലോഡ് ചെയ്യുമ്പോൾ അവിടെ പൈപ്പ് തള്ളി പോകണം. കാരണം ഈ എക്സ്പെരിമെൻ്റ് പാതി വഴിയിൽ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഒന്നുകൂടെ ഒട്ടിച്ചിട്ട് നോക്കാം. നമ്മൾ പൈപ്പ് ഒന്നുകൂടെ ഒട്ടിച്ചിട്ട് നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ പമ്പിൻ്റെ ഡിസ്ചാർജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏതായാലും 2 പ്രാവശ്യം പൈപ്പ് തള്ളി. അപ്പോൾ ഫുൾ റേഞ്ചിലേക്ക് പോകില്ല. ഏകദേശം ഒരു 60 മീറ്റർ ഹെഡ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു 40 ആദ്യം നോക്കാം. 40-60 റേഞ്ചിൽ നമുക്ക് അതിൻ്റെ ഡിസ്ചാർജ് നോക്കാം. അപ്പോൾ അതൊരു 40ലേക്ക് സെറ്റ് ചെയ്തു. 4 കേട്ടോ. പയ്യെ അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ പൈപ്പ് സ്ക്രൂ ചെയ്തതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. ട്രൈവാൾ സ്ക്രൂ പറഞ്ഞ് കയറ്റി, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഏകദേശം 40 മീറ്റർ ഹെഡിലുള്ള ഒരു മെഷർമെൻ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം സെറ്റ് ചെയ്തേ. നീ അതൊന്നും കിട്ടോ. ടൈം സെറ്റ് ചെയ്തോ. ഒരു 5, 3 സ്റ്റാർട്ട്. ആ 4.26. അപ്പോൾ 1 സെക്കൻഡിൽ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കയറുന്നുണ്ട്. ഇപ്പോൾ 40 മീറ്ററിൽ 40 മീറ്ററിൽ എത്ര സമയം പറഞ്ഞു? 4.26. അന്നേരം ആ ബക്കറ്റ് 4 ലിറ്റർ കൂടുതൽ വെള്ളം ബക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബക്കറ്റ് ഫുൾ 1 ലിറ്റർ വെള്ളം എന്ന് കൂട്ടാം. 40 മീറ്ററിൽ 40 വരെ. ഒരു മണിക്കൂറിൽ 3600 ലിറ്റർ വെള്ളം. 40 മീറ്റർ. ഇനി നീ കുറച്ചുകൂടെ ക്ലോസ് ചെയ്ത്. 60 ആംപിയർ സ്റ്റഡിയാണ്. 7 ആംപിയർ തന്നെ.
2000 ലിറ്റർ വെള്ളമായി 60 മീറ്ററിൽ. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹെഡിൽ ഒരു 1000 ലിറ്റർ വെള്ളം, ഒരു 800-1000 ലിറ്റർ വെള്ളത്തിൽ മാക്സിമം ഹെഡിൽ കിട്ടും ഈ പമ്പ്. ആംബിയർ വേരിയേഷൻ 7 ആംബിയറിൽ മോട്ടോർ സ്റ്റഡി ആവുകയാണ്. 1.5 HP 7 ആംബിയർ നോർമലാണ്. 1.5 HP 7 ആംബിയർ നോർമലാണ്. 10 ആംബിയർ വരെ 1.5 HP ലോഡ് കുറവാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ കൂൾഡ് പമ്പുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിലാണ്. ഇതിന് എർത്തിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ആ മോട്ടറിൽ പിടിക്കാനോ വെള്ളത്തിൽ കൈയിടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രമിക്കരുത്. എപ്പോഴും പ്ലാസ്റ്റിക് ആയിട്ടുള്ള സർഫസിൽ മാത്രം, അതായത് പൈപ്പിലേക്കാണ് പിടിക്കാമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസിക് പമ്പുകളുടെ പ്രീമിയം റേഞ്ചിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു പ്രീമിയം ക്വാളിറ്റി, അതാണ് നമ്മുടെ ക്ലാസിക് പ്രീമിയം റേഞ്ചിൽ നിന്ന് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് മറ്റ് റേഞ്ചുകളില്ലാത്തതുകൊണ്ടോ മറ്റ് മോഡൽസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ടോ അല്ല. നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്നത് നമ്മൾ 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതും അത് തന്നെയാണ്. അപ്പോൾ ഈ മോഡൽസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്നേഹം നിറഞ്ഞ ഓണം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.